പെട്ടെന്ന് തന്നെ ഡോക്ടർ ഐസിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, കാണേണ്ടവർ കയറി കണ്ടോളൂ. കയ്യിലെ ഗ്ലൗസ് ഊരിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു. ചുമരിൽ ചാരുന്ന ആലോഷി അത് കേട്ട് ഓടി വന്നു. നിൽക്കട അവിടെ, വല്യമ്മച്ചി പറഞ്ഞിട്ട് ദേഷ്യത്തിൽ എഴുന്നേറ്റു. അവരുടെ കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു. നീയല്ലേ എൻ്റെ മോനെ ഈ നിലയിലാക്കിയത്? നെഞ്ചിൽ കൊണ്ടു നടന്നതല്ലേ നിന്നെ അവൻ? എന്നിട്ടും ചങ്ക് തന്നെ പറിച്ചെടുത്തല്ലോ നീ. ഇനി നീ അവനെ കണ്ടുപോകരുത്, ഇറങ്ങിപ്പോക്കണം ഈ നിമിഷം ഇവിടെ നിന്നും. അലറിക്കൊണ്ടാണ് അവരിത് പറഞ്ഞത്. വിമലയും മക്കളും ടോണിയെ കാണാൻ അകത്തേക്ക് കയറിപ്പോയിരുന്നു. അമ്മച്ചിയെ പറയുന്നതും അലക്സിക്കും ജോണിക്കും മജുവിനും അജിക്കും മനസ്സിലായില്ല. അമ്മച്ചി എന്നതാ പറയുന്നത്? എൻ്റെ മകനാണിവൻ, അലോഷി. അലക്സി അമ്മച്ചിയുടെ മുന്നിലേക്ക് കയറി നിന്നു. അതെ, ഇത് നിന്റെ മകൻ, അകത്ത് കിടക്കുന്നത് നിന്റെ കൂടപ്പുറപ്പ്. അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിന്റെ മോൻ. അവൻ്റെ ഹൃദയം തകർത്ത് കളഞ്ഞത് ഇവൻ, ഒറ്റ ഒരുത്തൻ. ഇനി എൻ്റെ കൺവട്ടത്ത് കണ്ടുപോകരുത് നിന്നെ. ഞാൻ മരിച്ചപ്പോഴും നീ എന്നെ കാണാൻ വരരുത്. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ ജീവനോടെ ഇരിക്കുമ്പോൾ ജന്മം കൊടുത്ത മക്കൾ മരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എൻ്റെ മോൻ പിടയുകയാണ്. അവൻ്റെ മരണവേദന കണ്ട അമ്മയാണ് ഞാൻ. അതിന് കാരണക്കാരൻ ഇവരും. പൊയ്ക്കോ, ഇനി എന്നെ കൺമുന്നിൽ കാണരുത് നിന്നെ. വല്യമ്മച്ചി പറയുന്ന കേട്ട് ചലിക്കാൻ പോലും ആകാതെ നിൽക്കുന്ന അലോഷിയെ നോക്കി ചന്ദന. അവൻ്റെ വേദന മുഴുവനും മുഖത്ത് കാണാമായിരുന്നു. വല്യമ്മച്ചി, ഇങ്ങനെയൊന്നും പറയല്ലേ. കാരണം അറിയാതെയാണ് നിങ്ങൾ ഇച്ചയനെ കുറ്റപ്പെടുത്തുന്നത്. ഇച്ചയനെ അറിഞ്ഞിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുന്നിലേക്ക് കയറിന്ന് തൊഴു കൈയോടെ പറഞ്ഞ ചന്ദന. നീ മിണ്ടരുത്. എല്ലാം മറിഞ്ഞു വെച്ച് രണ്ടും കൂടെ എന്നെ പൊട്ടിയാക്കി അല്ലേ? നിന്നെ ഞാൻ സ്വീകരിച്ചതുപോലെ അവരെ ഞാൻ സ്വീകരിക്കുമായിരുന്നു. എന്നിട്ടും ഒരു വാക്ക് പോലും പറയാൻ നിനക്കും തോന്നിയില്ലല്ലോ. വല്യമ്മച്ചിയുടെ ദേഷ്യം മുഴുവനും ചന്ദനയോടായി. അമ്മച്ചി, ഇതൊരു ഹോസ്പിറ്റലാണ്, നമുക്ക് സമാധാനമായി സംസാരിക്കാം. അമ്മച്ചി വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. നിങ്ങളെല്ലാവരും ഇവരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആൽബി ഇടയിൽ കയറി പറഞ്ഞു. പുതിയ ബന്ധങ്ങളെയൊക്കെ നീ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ധാരണ മാറ്റാനൊന്നും ഇവിടെ ആരും മെനക്കെടണ്ട. നിന്നെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്തു, ശരി, അത് ഞാൻ സമ്മതിക്കണം. ഇവനും എന്നോടെല്ലാം മറച്ചു വെച്ചില്ലേ? എവിടെയോ കിടന്നവളെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ ഇരു കൈയും നീട്ടി ഇവളെ സ്വീകരിച്ചു. എന്നിട്ടും ഇവർ എനിക്ക് മടക്കി തന്നത് എൻ്റെ മകൻ്റെ ജീവൻ തന്നെ എടുത്ത് കളഞ്ഞല്ലോ. അതേ കുടുംബത്തോട് ഇത്ര വലിയ ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞടാ? വല്യപ്പച്ചനും മാൽവിയെ കുറ്റപ്പെടുത്തി. നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അജി ചോദിച്ചപ്പോൾ വലിയപ്പച്ചൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നാലും ഈച്ച ഞങ്ങളിൽ നിന്ന് പോലും ഇതൊക്കെ മറച്ചു വെച്ചാലോ. നിഴല് പോലെ ഞങ്ങൾ കൂടെ ഉണ്ടായിട്ടും കഷ്ടം. ഇളയപ്പൻ്റെ പിന്നാലെ നടന്നിട്ട് ഇളയപ്പനെ ഈച്ചനായി തന്നെ മരണത്തിലേക്ക് എത്തിച്ചല്ലോ. അജി തെല്ലും കൂസലില്ലാതെ പറഞ്ഞു. ഈ ചതി വേണ്ടായിരുന്നു. ഇതിപ്പോൾ വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അജിയും മുഖം തിരിച്ചു. എടാ മഹാപാപി, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണല്ലോ നീ നടന്നിരുന്നത്. ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നു. അറിഞ്ഞപ്പോൾ തന്നെ നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അനിയൻ ഇപ്പോൾ ജീവനോടെ നെല്ലിക്കാട്ടിലുണ്ടാകുമായിരുന്നു. അപ്പച്ചന് അത്രയ്ക്ക് ദേഷ്യപ്പെട്ടിട്ട് അലോഷി ആദ്യം കാണുകയായിരുന്നു. കൂടെ കൊണ്ടു നടന്ന നീ ചങ്കിൽ തന്നെ കത്തി ഇറക്കിയല്ലേ? പാപ്പനും കൂടി പറഞ്ഞതോടുകൂടി ശരീരം തളർന്നതുപോലെ തോന്നി അലോഷിക്ക്. അവൻ്റെ നിൽപ്പും ഭാവവും കണ്ട് ആൽബിക്ക് ശരിക്കും ദേഷ്യം വന്നു. ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇത്രയും കാലം കൂടെ നടന്ന് ഇവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഒരിക്കൽ പറഞ്ഞു പോയ വാക്കുകൾ ഓർത്ത് നിങ്ങൾക്കറിയും. അന്നേ ഇവൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കൂ. ഇവൻ്റെ ഇളയപ്പനെ കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കണ്ടിട്ട് ഇവനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ആൽബി തുണയുണ്ടാകും ഇവർക്ക്. അപ്പോഴേക്കും അകത്ത് കയറിപ്പോയവർ കരഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. മോനെ, എന്തായി? വല്യമ്മച്ചി ടീച്ചറുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു. ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ വല്യമ്മച്ചി, പപ്പ. ബാക്കി പറയാതെ അവൻ പൊട്ടിക്കരഞ്ഞു. അലോഷി, നീ വാ. ആൽബി അലോഷിയുടെ കൈയും പിടിച്ചിട്ട് ഐസി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. എവിടേക്കാണ്? എൻ്റെ പപ്പയെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. ടീച്ചർ ആൽബിയെ തടഞ്ഞു. മോനെ, വെറുതെ കാര്യം അറിയാതെ കിടന്ന് തുള്ളരുത്. തുള്ളിയാൽ ഇവൻ്റെ അനിയനാണെന്ന കാര്യം ഞാൻ അങ്ങ് മറക്കും. പിന്നെ നിന്റെ പപ്പ ഈ നിലയിൽ കിടക്കുന്നതിന് കാരണം ഇവനല്ല, നിന്റെ വല്യമ്മയുടെ മകൻ തന്നെയാണ്. അതായത് നിന്റെ അമ്മയുടെ ചേച്ചിയുടെ മോൻ ജഗൻ. അത് ഇവൻ്റെ മേൽ കെട്ടിവയ്ക്കാൻ നോക്കിയാലുണ്ടല്ലോ എൻ്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞേക്കാം. കാള പറ്റൂ എന്ന് കേട്ടപ്പോൾ തന്നെ കയറും കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ പാപ്പയ്ക്ക് കർത്താവ് തമ്പുരാൻ ഈ ഭൂമിയിൽ ചിലവഴിക്കാനുള്ള സമയം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിനുത്തരവാദി ഇവനാണെന്നാണോ? മാറി നിൽക്കടാ. മറ്റുള്ളവരെ എല്ലാം നോക്കിക്കൊണ്ടാണ് ആൽബി അത് പറഞ്ഞത്. ആൽബിയുടെ മുഖഭാവവും ആജ്ഞാശക്തിയോടെയുള്ള സംസാരവും കേട്ട് ടീച്ചർ ഭയന്ന് പിന്മാറി.
ആൽബി ആദ്യം കയറി, പിന്നാലെ അലോഷിയും അതിന് പിന്നാലെ ചന്ദ്രയും. അത്രയും ആളുകളുടെ മുന്നിൽ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ തോന്നിയ അലോഷിക്ക് അവൻ്റെ കാലുകൾ ആൽബിക്ക് പിന്നാലെ ചലിച്ചു. ഐസിവിൻ്റെ തണുപ്പിൽ പോലും അലോഷിയുടെ ശരീരം വിറച്ചു. കാര്യമറിയാതെ എല്ലാവരും തന്നെ ക്രോശിലേറ്റുന്നു. കർത്താവേ, ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അലോഷിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ബെഡിൽ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു ടോണി. ജീവനുണ്ടോ എന്ന് പോലും സംശയം നേരിയ ഒരു മിടുപ്പ് മാത്രമേ ഉള്ളൂ ശരീരത്തിൽ. ഇളയപ്പാ, ഇത്രയ്ക്കും മനക്കട്ടിയില്ലാത്ത ഹൃദയമാണ് നിങ്ങളുടെ എന്ന് ഞാൻ അറിഞ്ഞില്ല. മാപ്പ് പറഞ്ഞു പോയ വാക്കുകൾക്ക് മാപ്പ് തരണം. എല്ലാവരുടെയും മുന്നിൽ നിങ്ങളെ എത്തിച്ച് എല്ലാവരോടും കാലു പിടിച്ച് മാപ്പ് പറയാനിരുന്നതാണ് ഞാൻ. എനിക്കൊന്നും വേണ്ട ഇളയപ്പാ. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് ഞാൻ വെട്ടിപ്പിടിച്ച് നേടിയതെല്ലാം. ഒരു ചില്ലിക്കാശ് പോലും കണക്കില്ലാതെ അലോഷി കൈപ്പറ്റിയിട്ടില്ല. എല്ലാം ഭദ്രമായി നെല്ലിക്കാട്ടിൽ തന്നെയുണ്ട്. രാവും പകലും ഊണും ഉറക്കവും ഇല്ലാതെ ഞാൻ നേടിയെടുത്തതാണ് എല്ലാം. ഇന്നത്തെ നെല്ലിക്കാട്ടിൻ്റെ സ്റ്റാറ്റസ് അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എനിക്കായി ഒന്നും വേണ്ട. ടിജോയെ കൊണ്ട് ബാർ ലേലത്തി പിടിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം പോലും ഞാൻ അവൻ്റെ പേർക്കാണ് എഴുതിയിരുന്നത്. കാരണം നെല്ലിക്കാട്ടിൽ സ്വത്ത് ഭാഗം വച്ചപ്പോൾ ജോയ്ക്കായി ഒന്നും മാറ്റി വെച്ചിട്ടില്ലായിരുന്നു. എല്ലാവരും എല്ലാം അറിയുന്ന ദിവസം പറയാനിരുന്നതാണ് ഞാനിതൊക്കെ. എനിക്കൊന്നും വേണ്ട. എല്ലാവരുടെയും സ്നേഹം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. എല്ലാം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പറയാമായിരുന്നു. പക്ഷേ എന്നെ വിലക്കിയത് ഇളയപ്പൻ തന്നെയാണ്. ഓർമ്മയില്ലേ? ജഗൻ നേരിട്ട് പോകാനിരുന്നതാണ് ഈ വിവരം അറിയിക്കാൻ നെല്ലിക്കാട്ടിൽ. ഞാനും ആൽബിച്ചിനും അതിനൊരു സൊല്യൂഷൻ കണ്ടിട്ടാണ് ഇളയപ്പനെ വിളിച്ച് കാര്യം പറഞ്ഞത്. എന്നെ തെറ്റിദ്ധരിച്ചു പോയത് ഇളയപ്പനാണ്. ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെറ്റുകാരനായി. ജഗൻ നേരിട്ട് പോയി പറഞ്ഞിരുന്നെങ്കിൽ അവർ ഇതുപോലെ ഇവരെ സ്വീകരിക്കുമായിരുന്നോ എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എല്ലാവരുടെയും കാല് പിടിച്ചിട്ടായാലും നിങ്ങളെ നെല്ലിക്കാട്ടിൽ കയറ്റണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു തന്നെയാണ് ഞാൻ വിളിച്ചത്. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു അലോഷി. എല്ലാം കേട്ട് കഴിഞ്ഞ് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാളുടെ ഹൃദയം ചലിക്കാൻ തുടങ്ങി. പുതിയ ഉണർവ് കൈവന്നതുപോലെ. മോനെ, തെറ്റുപറ്റിപ്പോയടാ. അയാൾ പതിയെ കൈ ഉയർത്തി അലോഷിയുടെ പുറത്ത് തട്ടി. ശ്വാസം അയാൾ വേഗത്തിൽ എടുത്തു തുടങ്ങി. അലോഷി പകച്ചു നിന്നു. ഡോക്ടർ ഓടി വന്ന് മോണിറ്ററിൽ നോക്കി. ഡോക്ടറുടെ മുഖത്ത് ആശ്വാസച്ചീരി കണ്ട് ആൽബി സംശയത്തോടെ നോക്കി. അലോഷി, എന്തായാലും തൻ്റെ വാക്കുകൾ ഇളയപ്പനെ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി പേടിക്കേണ്ട കാര്യമില്ല. BP എല്ലാം നോർമലായി. ഞങ്ങളൊന്ന് നോക്കട്ടെ, പുറത്ത് വെയിറ്റ് ചെയ്യൂ. അലോഷിയുടെ പുറത്ത് തട്ടി ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ചലിക്കാൻ മറന്നു നിന്നു പോയി അലോഷിയും ചന്ദനയും ആൽബിയും. മിഷണറീസ് എല്ലാം ഇല്ലാതെ തന്നെ ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊരു പോസിറ്റീവ് സൈനാണ്. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഡോക്ടർ നേഴ്സുമാരെ വിളിച്ച് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. മോനെ, ക്ഷമിക്കണം എന്നോട്. ഇളയപ്പന് തെറ്റുപറ്റിപ്പോയി. പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞാൽ എന്ന് ഭയന്നു പോയി. നീ പറഞ്ഞപ്പോൾ നിനക്കെല്ലാം കൈവിട്ടു പോകുമെന്ന് പേടികൊണ്ടാണെന്നും മനസ്സ് കരുതി. അല്ലെങ്കിൽ ജഗൻ എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാമായിരുന്നില്ലേ എന്നാണ് തോന്നിയത്. പറ്റിപ്പോയടാ. നിന്റെ വാക്കുകളിൽ തമാശയായി കാണാൻ കഴിഞ്ഞില്ല. ഹോ, സമാധാനമായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം പെണ്ണ് കെട്ടിയ വിവരം ആരെയും അറിയിക്കാതെ ഇരിക്കാം. അതിന് ഇവനെ കൂട്ടുപിടിക്കുകയും ചെയ്തു. എന്നിട്ട് എല്ലാവരും അറിയുമെന്നായപ്പോൾ ഇവനിലേക്ക് എല്ലാ കുറ്റവും പഴിചാരി അടിച്ചു മാറ്റി വിവാഹം കഴിച്ചാൽ പോരാ. അന്തസ്സോടെ ഇവളെന്നെ പെണ്ണെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണമായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ ഇവൻ തെറ്റുകാരനായി. കാശിനു വേണ്ടി എന്തും ചെയ്യുന്നവനും നിങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ചതിന് തിരിച്ചു കൊടുത്ത പ്രതിഫലം കൊള്ളാം. അലോഷി, വാ പോകാം. ഇനി ഇവിടെ നിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൽബി പറഞ്ഞോണ്ട് തിരിഞ്ഞു നടന്നു. ഇളയപ്പനെ നിറക്കണ്ണുകളോടെ നോക്കി അലോഷി. മോനെ, പോകല്ലടാ. അയാൾ വലത് കൈ ഉയർത്തി അവനെ തടഞ്ഞു. അലോഷി, ഇനി നീ ഇവിടെ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ നിന്റെ ഈ കണ്ണുകൾ നിറയരുത്. ഇനി രാവും പകലും ഇല്ലാതെ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നെല്ലിക്കാട്ടിലെ ഒരു കാൽ കാശിൻ്റെ വിലയില്ലാത്തവൻ ആക്കിയല്ലോ നിന്നെ ഇവർ. ഒറ്റ നിമിഷം കൊണ്ട് നിന്നെ തള്ളി പറഞ്ഞ ഇവർക്ക് വേണ്ടി നിന്റെ ഈ കണ്ണുനീര് ഇനി കളയരുത്. നെല്ലിക്കാട്ടിലെ പടി നീ ചവിട്ടരുത് എന്ന് പറഞ്ഞവരാണ് ഇവിടെയുള്ളവർ. തെരുവിൽ കഴിയേണ്ടി വന്നാലും ഇതിനേക്കാൾ അന്തസ്സുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ആൽബിയുടെ വാക്കുകൾ ഉറച്ചവയായിരുന്നു. ചന്ദനയും നിറക്കണ്ണുകളോടെ അവനെ നോക്കി. അതെ, പഴയ അലോഷി മരിച്ചു കഴിഞ്ഞു. എല്ലാവരും കൂടി എന്നെ കൊന്നു. ഇനി എനിക്ക് പുതിയ അലോഷിയാവണം. ബന്ധങ്ങളുടെയും ബന്ധനങ്ങളിൽ നിന്നും മോചിതനായിക്കൊണ്ട്. ഇരു കൈകൾ കൊണ്ടും കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അലോഷി മുന്നിൽ നടന്നു. പിന്നാലെ ആൽബിയും ചന്ദനയും. അലോഷി ഐസുവിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. എല്ലാവരും അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരുടെ മുഖങ്ങളിൽ അവനോടുള്ള വെറുപ്പ് നിറഞ്ഞു കാണാമായിരുന്നു. അലോഷി വലതുകാൽ തെല്ലുയർത്തി മുണ്ടിൻ്റെ അറ്റം പിടിച്ച് മടക്കി കൊത്തി. ജുബയുടെ കൈ തീർത്ത് കയറ്റി
കൈമുട്ടുകൾക്ക് മീതെ വെച്ചു. താടിയൊന്ന് തടവി മീശ പിരിച്ച് എല്ലാവരെയും ഒന്ന് നോക്കി. അവൻ്റെ ഭാവം കണ്ടപ്പോൾ അനിയന്മാർ ഒരടി പിന്നോക്കം മാറി. നന്നായി ദേഷ്യം വന്നാൽ മാത്രമാണ് ഈ രൂപത്തിൽ അലോഷിയെ കാണാറുള്ളൂ. അലോഷി നാടകീയമായി നടന്നുകൊണ്ട് ടീച്ചറുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ അനിയന്മാർ കയറി ഇങ്ങ് വളർന്ന് പന്തലിച്ച കാര്യം മനസ്സിലാക്കാൻ എനിക്ക് ഇവിടം വരെ വരേണ്ടി വന്നു. പിന്നെ മോനെ, നിന്റെ അപ്പൻ്റെ പോയ ജീവിതം ഞാൻ തിരികെ പിടിച്ചിട്ടുണ്ട്. അങ്ങേര് കർത്താവിൻ്റെ ഹിതപ്രകാരം അങ്ങ് പോകാൻ ഒരുങ്ങിയപ്പോൾ അതിന് കാരണക്കാരനായത് ഞാനാണെന്നാണല്ലോ വശം. കർത്താവ് എൻ്റെ കൂടെ തന്നെയാ. ഞാൻ ഉരുകി വിളിച്ചപ്പോൾ വിളി കേൾക്കാതിരിക്കാൻ അങ്ങേർക്ക് കഴിഞ്ഞില്ല. അലോഷിയൊന്ന് നിർത്തി വല്യമ്മച്ചിയെ നോക്കി. വല്യമ്മച്ചിയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വെറുതെ കരുതി. എത്രയായാലും സ്വന്തം മകൻ്റെ കാര്യം വന്നപ്പോൾ കൊച്ചുമകൻ വല്യമ്മച്ചിയുടെ മനസ്സിൽ ഇല്ലാതെ പോയി. കുറ്റം പറയാൻ ഒക്കുകയില്ല, കാരണം തെറ്റുകാരൻ ഞാനാണല്ലോ. നിങ്ങളുടെ മകൻ ചെയ്തതിനെല്ലാം നല്ല പ്രവൃത്തി. അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഇനി എന്നെ കൺവട്ടത്ത് കണ്ടുപോകരുതെന്നാണല്ലോ ഉത്തരവ്. ഈ കൺവട്ടത്തേക്ക് ഇനി ഞാൻ വരത്തില്ല. എനിക്കിനി നെല്ലിക്കാടിൻ്റെ നെയിം ബോർഡ് വേണ്ട, കാരണം നെല്ലിക്കാടന്മാർക്ക് അലോഷി ആരുമല്ലാതായിന്ന്. ഇതൊക്കെ ജീവിതത്തിലെ ഓരോ പാഠമാണ്. ഓരോരുത്തരെയും മനസ്സിലാക്കാൻ കർത്താവ് കാണിച്ചു തരുന്ന ഓരോ വഴികൾ. നിങ്ങളുടെ കൺവട്ടത്ത് ഞാൻ വരില്ലെനി. നെല്ലിക്കാട്ടിൽ ഇനി അലോഷി ഉണ്ടാവില്ല എന്ന് വെച്ച് പാലാ വിട്ട് ഞാൻ പോകത്തില്ല. കൂടെ വിശ്വസിച്ച് കൂടെയവളെ പെരുവഴിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അലോഷി ചന്ദനയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും അവൻ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അലോഷി അജുവിൻ്റെയും അജിയുടെയും അടുത്തേക്ക് നടന്നു. ഇച്ചയും ചതച്ചെന്ന് എൻ്റെ മക്കൾക്ക് തോന്നിയല്ലേ? ബിസിനസ്സിൽ ഇത്രയും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുമ്പോഴും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും അലോഷി ചതിച്ചിട്ടില്ല. വെട്ടിപ്പിടിച്ച് നേടിയതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അതിൽ നിന്നും ഒരു 5 പൈസ എടുത്തിട്ടില്ല. എൻ്റെ ബാങ്ക് ബാലൻസ് നോക്കിയാൽ അറിയാം. സ്റ്റോക്ക് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന പൈസയെല്ലാം തുല്യമായി വീതിച്ചിട്ട് ഞാൻ ഇട്ടതായിരുന്നു. പക്ഷേ എൻ്റെ അക്കൗണ്ട് ഇന്നും 0 ബാലൻസ് ആണ്. കാരണം നെല്ലിക്കാട്ടിലായിരുന്നു എൻ്റെ സമ്പാദ്യം മുഴുവനും. എൻ്റെ കുടുംബം, അതായിരുന്നു എൻ്റെ സമ്പാദ്യം. ഓരോ 5 പൈസയും നിങ്ങളോട് കണക്ക് ചോദിച്ച് എഴുതി വച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ റൂമിലെ ഷെൽഫിലുണ്ട്. ഡയറികളിൽ എടുത്തു നോക്കിയാൽ അറിയാം. പിന്നെ ഒരു കാര്യം കൂടി, പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല അലോഷി കച്ചവടത്തിലേക്ക് ഇറങ്ങിയത്. സൈക്കിൾ ചവിടാൻ പഠിച്ച കാലം തൊട്ടേ നെല്ലിക്കാട് എസ്റ്റേറ്റിലെ ഓരോ റബ്ബർ മരങ്ങൾക്കും അലോഷി അറിയാം. റബ്ബർ വെട്ടാനും റബ്ബർ ഉണക്കാനും എല്ലാം എനിക്കിന്നും അറിയാം. കടയിൽ കള്ളി ഒതുക്കാനും പൊതിഞ്ഞു കൊടുക്കാനും അലോഷി ആരിൽ നിന്നും പഠിച്ചതുമല്ല. നിങ്ങൾ എൻ്റെ അടുത്ത് കിടക്കില്ലായിരുന്നു. കാരണം ഇച്ചന് റബ്ബർ പാലും അമ്മോണിയും മണക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് റബ്ബർ ഉണക്കി കരി പിടിച്ചെടുത്തും തുടങ്ങിയതാണ് എൻ്റെ ജീവിതം. ഇന്ന് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ വെളുത്ത കുപ്പായത്തിലും കരി പുരണ്ട ഈച്ചൻ്റെ ചെറുപ്പകാലമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ആരും പണക്കാരനാവില്ല. അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുകളുടെ കഥ പറയാനുണ്ടാകും. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ വല്യപ്പച്ചനോട് ചോദിക്കാം. നെല്ലിക്കാട്ടിൽ അലോഷി മരിച്ചു. ഇനി ഇവിടെ ഒരു ബന്ധവും എനിക്കില്ല. ഒരു കാര്യം കൂടി, ബാർ ലൈസൻസ് ടീച്ചറുടെ പേരിലാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഓഫീസിലുണ്ട്. പിന്നെ എൻ്റെ ലാപ്ടോപ്പ് ഷാനുവിൻ്റെ ഫ്ലാറ്റിലാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവനെ ഒന്ന് വിളിച്ചാൽ മതി. അവൻ എല്ലാം നിങ്ങളെ ഏൽപ്പിക്കും. ഇനി ആരും അന്വേഷിച്ച് വരരുതന്നെ. നിങ്ങളുടെ പാതയിൽ ഞാനും ഉണ്ടാവില്ല. ബന്ധങ്ങൾ വെറും നീർക്കുമിളകൾ പോലെയാണെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പഠിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്നെ പഠിപ്പിച്ചു. തൃപ്തിയായി. കൈ കൂപ്പിക്കൊണ്ട് അത് പറയുമ്പോൾ ശബ്ദം ഇടറാതിരിക്കാൻ പാടുപെട്ടു അലോഷി. പോകാം. അലോഷി ചന്ദനയുടെ വലത് കരം പിടിച്ചു നടന്നു. കുറച്ച് മുന്നോട്ട് പോയി തിരിഞ്ഞു നടന്നു. അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. അജുവിൻ്റെ കയ്യിൽ ബലമായി കൊടുത്തു. ഇതിൽ എന്നെ പേഴ്സണലായി വിളിക്കാൻ ആരുമില്ല. കോണ്ടാക്ട് ലിസ്റ്റുള്ളവർ നമ്മുടെ ബന്ധുക്കളും ബിസിനസ് പാർട്ടികളുമാണ്. ഇനി ഇതെനിക്ക് ആവശ്യമില്ല. അജു അവൻ പറഞ്ഞു കേട്ട് തരിച്ചു നിന്നും. ആൽബി നടന്നു കഴിഞ്ഞിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്ന നിലത്തേക്ക് പതിച്ചു. ആരും കാണാതെ തുടച്ചു നീക്കി ആൽബി. നീണ്ട ഇടനാഴിയിൽ കൂടി 3 രൂപങ്ങൾ നടന്നു പോകുന്നത് നിറ കണ്ണുകളോടെ നോക്കി നിന്നു വല്യമ്മച്ചി. അവരുടെ കണ്ണുനീർ മൂടിയ കണ്ണുകളിൽ കാഴ്ച മറിച്ചു. കൊച്ചേ, തെറ്റിപ്പറ്റിപ്പോയോ നമുക്ക്? വല്യപ്പച്ചൻ വല്യമ്മച്ചിയുടെ വലതു കൈയിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നും പറയാനില്ലായിരുന്നു വല്യമ്മച്ചിക്ക്. ഐസിയുവിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. എന്താ പറയേണ്ടതെന്നറിയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാവാം. വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് വിശ്വാസത്തിൻ്റെയും അത്ഭുത ശക്തിയുടെയും അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. ടോണി നെല്ലിക്കടഞ്ഞിപ്പോൾ ഓക്കെയാണ്. മിഷണറികളുടെ സഹായത്തിലല്ലാതെ തന്നെ ശ്വാസമെടുക്കാൻ കഴിയുന്നുണ്ട്. ബ്ലോക്ക് അലിഞ്ഞു പോവുകയും ചെയ്തു. BP മറ്റും റിസൾട്ടെല്ലാം നോർമലായി. എല്ലാത്തിനും നന്ദി പറയേണ്ടത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ അയാളോടാണ്. അയാളുടെ ഒറ്റ വിളിയിലാണ് അദ്ദേഹത്തിന് പുനർജീവൻ കിട്ടിയത്. ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോൾ കസാരയിലേക്ക് തളർന്നിരുന്നു പോയി വല്യമ്മച്ചി. ഡോക്ടർ പറഞ്ഞത്? ടിജോ വിശ്വാസം വരാതെ ചോദിച്ചു.
ലുക്ക് മിസ്റ്റർ, നിങ്ങളുടെ ഫാദർ പൂർവ്വ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ദൈവത്തിനോട് നന്ദി പറയൂ. ഇനി പേടിക്കേണ്ടതില്ല. ഇന്ന് ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. നാളെ കാലത്തെ റൂമിലേക്ക് മാറ്റാം. എല്ലാവരും കൂടി ഇവിടെ നിൽക്കണമെന്നില്ല. ഇവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഡോക്ടർ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. വല്യപ്പച്ചനും വല്യമ്മച്ചിയുടെ അടുത്തേക്ക് തളർന്നിരുന്നു.